പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ആദ്യം കോട്ടയം സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് പോയി ചന്തക്കവലയിൽ തിരിയാം. എന്താ, ഫുട്പാത്തുകൾ എല്ലായിടത്തും വഴിയോര കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ്. വഴിയോര കച്ചവട നിരോധന മേഖല എന്ന അറിയിപ്പുള്ള നഗരസഭാ സെക്രട്ടറിയുടെ ബോർഡ് ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ അതൊന്നും അത്ര കാര്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. അന്നൊന്നു വേണ്ട ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോകുന്നത്. പക്ഷേ ഈ ഇടം ഇത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഇടമാണ്. അവിടെ നമ്മൾ കയ്യേറുക മോശമല്ലേ? ഇപ്പോൾ പലയിടത്തും സ്വകാര്യ വാഹനങ്ങൾ കൂടി കൈയടക്കിയിരിക്കുന്നു. അപ്പോൾ യാത്രക്കാരുടെ കാര്യം കട്ടപ്പുക തന്നെ. സത്യത്തിൽ ഇങ്ങനെ യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിച്ച് ഫുട്പാത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന വാഹന ഉടമകൾക്കെതിരെ മുനിസിപ്പൽ അധികാരികൾ വലിയ പിഴ ചുമത്തേണ്ടതാണ്. ചില കച്ചവടക്കാർ അവരുടെ സ്ഥലം ഇവിടെ സ്ഥിരമായി കെട്ടി വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കച്ചവടക്കാരില്ലാത്ത ചാക്കിട്ട് മൂടിയ നിരവധി കടകൾ നമുക്ക് ഇവിടെ യാത്രയിലുടനീളം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനെയൊരു സ്ഥിതി ഉള്ളൂ എന്ന് തോന്നുന്നു. ഫുട്പാത്തുകൾ കയ്യേറി വാഹനങ്ങൾ വെക്കുക, കച്ചവടം നടത്തുക എന്നതൊക്കെ കേരളത്തിൻ്റെ പൊതുവായ ഒരു രീതിയാണ്. നമ്മുടെ കോട്ടയത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം. എന്താ, അതല്ലേ എൻ്റെ ശരിയായ രീതി? ചന്തക്കവലയിൽ നിന്ന് തിരുനക്കര ഭാഗത്തേക്ക് പോയാലും സംഭവം ഇതൊക്കെ തന്നെയാണ്. പൊതുവിൽ നമ്മുടെ നഗരത്തിലെ എല്ലാ റോഡുകളും ഇടുങ്ങിയതാണ്. ഫുട്പാത്തുകളാണെങ്കിൽ പറയുകയും വേണ്ട, ഭൂരിഭാഗവും പൊട്ടിത്തകർന്ന് തരിപ്പണമായവ. അതിനിടയിൽ നമ്മുടെ ഇതുപോലെയുള്ള വഴിയോര കച്ചവടക്കാർ കൂടി സ്ഥലം കയ്യേറിയാലോ? നഗരസഭ അധികാരികൾക്ക് മാത്രമേ ഇതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ സാധിക്കൂ. ഇവരെ നല്ല ഇടത്തേക്ക്, കൃത്യമായ ഇടത്തേക്ക് മാറ്റി കച്ചവടം ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ നഗരത്തിലെ നടപ്പാതകൾ അല്പമെങ്കിലും സഞ്ചാരയോഗ്യമുള്ളവയായി തീരുകയുള്ളൂ. അങ്ങനെ പറഞ്ഞ് നമ്മൾ വീണ്ടും സെൻട്രൽ ജംഗ്ഷനിൽ എത്തുകയാണ്. ഇന്ന് നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ നടപ്പാതകൾ ഒന്നും കണ്ടില്ല. ഇതിനൊക്കെയുള്ള ശാശ്വതമായ പരിഹാരം നഗരസഭയുടെ പക്കലുണ്ട്. അങ്ങനെ ഇതിനൊക്കെ പരിഹാരം കണ്ട് കോട്ടയം നഗരസഭ സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി മാറും എന്ന വിശ്വാസത്തോടെ തൽക്കാലം നമുക്ക് നിർത്താം.